அழகா தான் இருக்கு. ம். ம். ஆமா, இதே மாதிரி தான் இருக்கு. எங்க போய் தேடுறது? தேடுறத கூட இங்க யாரும் இல்லையே. கொஞ்சம் முன்னாடி போய் பார்க்கலாம். സന്തോഷ വാർത്ത, സ്വർണത്തിൻ്റെ വില ഇടിഞ്ഞു. ആർക്ക് സന്തോഷം? രാവിലെ ആരാ ഊറ്റും? എന്താ ഊറ്റ? ഇന്ന് പണിയൊന്നും ആയില്ലേ? ഇല്ല ആശാനെ, ഇന്നത്തേക്കൊന്നും ആയില്ല. എന്തേലും കിട്ടും. കിട്ടും കിട്ടും. അല്ല, നിങ്ങളുടെ അമ്മ സുമേഷിൻ്റെ വിവരം വല്ലതും ഉണ്ടോ? അവ അങ്ങ് ദുബായിലല്ലേ? അവിടെ എങ്ങാനാണ്. ഇടയ്ക്ക് അവൻ്റെ തള്ളയുടെ വിളിച്ച് പറഞ്ഞേക്കാം. ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോ? അങ്ങ് ദുബായിലൊക്കെ പാകിസ്ഥാനികളും ജോലി ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടത്. അറിയാല്ല, അവർക്കാണെങ്കിൽ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ വലിയ ദേഷ്യ. നിനക്ക് രാവിലെ വേറെ ഒന്നും സംസാരിക്കാനില്ലേ? ഇതേ ഉള്ള സംസാരിക്കുക. അണ്ണാ പോണ അണ്ണാ, നില്ലണ്ണ. രാവിലെ സംസാരിക്കാൻ എന്നോണം പറ. ഇതാരടാ ഇത്ര രാവിലെ ഒരു വരുത്തൻ? അന്യ സംസ്ഥാന തൊഴിലാളികളെ സൂക്ഷിക്കുക. മാലമോഷണം, വീട് കുത്തി തുറക്കൽ എന്നിവ. அண்ணா, 1 செகண்ட். ഓ, இந்த ஆளையா, இந்த இடமா தெரியுமா? ഹൈ, ഇത് രമേശ് അല്ലേ? എവനെങ്ങനെ അറിയാം? മനസ്സിലായില്ലേ? இல்ல. He is who to you. ஓ, இட்ஸ் மை ஃப்ரெண்ட் ரமேஷ், என்னோட நண்பன். தெரியுமா இவரு? My friend also. Really? Can you tell me where is the place? I know English more. You മലയാളം? இல்லை, சின்னதா. உங்களுக்கு தமிழ் தெரியுமா? തമിഴാ? തമിഴ്നാട് നമ്മുടെ അയൽ രാജ്യമല്ലേ, കൊഞ്ചം കൊഞ്ചം തരും. இந்த ഫോട്ടോയിൽ இருக்கிற இடம் எங்கேருந்து சொல்ல முடியுமா? ഇതാ, ഇത് എനിക്കറിയാലോ. എൻ്റെ രമേശിൻ്റെ ഫേവറേറ്റ് സ്ഥലമാണ്. ഇங்கே இருந்து കൊഞ്ചം ദൂരം ஓ, പോകണം. அப்படியா? அப்படி. இங்க இருந்து டாக்ஸி பஸ் ஏதாவது கிடைக்குமா? ഇവിടെ ടാക്സി ബസ്സൊന്നുമില്ല. ഇവിടെ ടാക്സി കണ്ടുപിടിച്ചിട്ടേ ഇല്ല. നോ ടാക്സി. ஓ, நோ டாக்ஸி. ഇവിടെ നിന്ന് ഞാൻ കൊണ്ടുപോവാം. ഞാൻ ഉങ്ങളെ കൊണ്ടുപോറേൻ. நீங்க என்ன கூட்டிட்டு போவாங்களா? അത് തന്നെ, അത് തന്നെ. താങ്ക് യു, താങ്ക് യു. താങ്ക്സ് ഒന്നും വേണ്ട. യു രമേശ് ഫ്രണ്ട്, ഐ രമേശ് ഫ്രണ്ട്, വി ആർ ഫ്രണ്ട്സ്. ഓക്കെ ഓക്കെ ഓക്കെ. കാണുന്നതാണ് എൻ്റെ വീട്. ഞാൻ പോയി എൻ്റെ ബെൻസ് എടുത്തിട്ടാണ്. പിന്നെ സാപ്പിട്ടാച്ചാ? ഇല്ല, എനിക്ക് പറ്റില്ല. ദോ അവിടെ നല്ല പുട്ടും കടലും കിട്ടും, സൂപ്പറാ. കഴിച്ചിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വരാം. രമേശിൻ്റെ ഫേവറേറ്റ് സ്ഥലമാണ്, പോയി നോക്കാം. വണ്ടിയിൽ പെട്രോൾ കുറച്ച് കമ്മിയാണ്. അറിയാമല്ലോ, അവിടത്തെ പോലെ അല്ല, കേരളത്തിൽ കുറച്ച് വിലയാണ് പെട്രോളിന്. പരവായില്ല, പോറ വഴിയിലെ ഫിൽ പണിക്കല, ഞാൻ പോയി പண்றேன். എങ്കിൽ ഓക്കെ. ஹலோ, நான் இங்கே தான் நிற்கிறேன்.
அதை பற்றி நான் இப்போ யோசிக்கல. இது முடிஞ்சதுக்கு அப்புறமா சொல்கிறேன். இன்னைக்கு ஈவினிங் இங்கேருந்து கிளம்புவோம். ஆ. ഹലോ, നീ വെച്ചിട്ട് ഞാൻ അപ്പുറമാ കോൾ പண்றேன். കുറേ ദൂരം പോകാനുള്ളതാ, പെട്ടെന്നൊന്ന് കയറ്. இப்போ பென்ஸ் ഇയാളെന്ത് വണ്ടി എത്തിച്ചു, പേടിക്കാതെ കയറണ. ഇത് തന്നെ നമ്മുടെ ബെൻസ്. ഇതൊന്നും കണ്ട് പേടിക്കണ്ട, ഇതെല്ലാം നമ്മുടെ പണി സാധനങ്ങളാ. ആ എന്തൊക്കെ കാണാൻ കിടക്കുന്നു. நீ என்ன பண்ற? என்கிட்ட கேட்காம ஃபோட்டோ எடுக்காத, எனக்கு அது பிடிக்காது. ഈ പെർമിഷൻ പാത്ത് പോസ്റ്റ് പണി എടുക്കുന്ന ഫോട്ടോയ്ക്ക് ഒരു ജീവൻ ഉണ്ടാവില്ല. ഇവിടെ നിന്ന് തിരുമ്പി വരുമ്പോൾ ഞാനിത് അനപ്പിത്തരാം. സമയം കിട്ടുമ്പോൾ നോക്കിയാൽ മതി, അപ്പം മനസ്സിലാവും എൻ്റെ ജീവനുള്ള ഫോട്ടോയുടെ വില. അതെ, എതുക്കാഹ ഇന്ത നാട്ടിൽ വന്നത്? അവൻ രമേശ് എന്ത് വന്നില്ല? സംതിങ് പേഴ്സണൽ. ഓ, പേഴ്സണൽ എങ്കിൽ പറയണ്ട. ഓക്കെ. അവൻ്റെ ആദ്യത്തെ സിനിമ ഇറങ്ങിയപ്പം ഒരു പ്രാവശ്യം ഇങ്ങോട്ട് വന്നിരുന്നു. അന്ന് കണ്ടതാ. പിന്നെ അവനെക്കുറിച്ച് ഒരു വിവരവും. വിളിച്ചാലാണെങ്കിൽ ആ ഫോണും എടുക്കൂല. അവൻ്റെ പുതിയ സിനിമ ഉടനെ എങ്ങനെ ഉണ്ടാവൂ? ആഹാ, ഉറക്കം തുടങ്ങിയ? ഉറങ്ങിക്കോ. ഒരുപാട് യാത്ര ചെയ്ത് വന്നേല്ലേ. எங்கே போச்சு? டைம் ஆகுது. எங்கே? ஹலோ ஹலோ, இங்கே எங்கேயாவது இருக்கீங்களா? ஹலோ, தரமா ആ ബാഗ് അങ്ങ് വൈ. ഇവിടെ വന്നൊന്ന് ഇറങ്ങി കുളിക്ക്. നല്ല ശുദ്ധമായ കോൾഡ് വാട്ടർ. நீ கொஞ்சம் சீக்கிரம் முடிச்சிட்டு வா, டைம் போகுது. எனக்கு ஈவினிங் திரும்பி போகணும். ഒരു ബക്കറ്റ് വെള്ളത്തിൽ കുളിക്കുന്നവൻ്റെ അടുത്ത് പുഴയെ മുങ്ങി കുളിക്കുന്നതിൻ്റെ സുഖം പറഞ്ഞാൽ മനസ്സിലാവൂ? താനെന്ത് ബോറനാടോ?
എനിക്ക് ഒന്ന് കുളിക്കാൻ പോലും പറ്റിയില്ല. സൂക്ഷിച്ച് പറഞ്ഞേ. അമ്മച്ചി ഒരു സേർട്ട് തരുമോ? ആ? ആ ചുണ്ട് കണ്ടപ്പോഴേ മനസ്സിലായി നല്ല വലിയാണെന്ന്. ലിപ്പ് ബ്ലാക്ക്. ഐ നോ യു സ്മാക്ക്. ആ. അമ്മീ அப்புறமா தரேன். இப்போ கொஞ்சம் கை கொடுங்க. നോക്കി കയറി വാ. அப்பா. ആ ഓക്കെ. ആ സൂക്ഷിച്ച് കിടക്കണേ എൻ്റെ അമ്മച്ചി. ആ நம்ம வண்டி அந்த சைடு தானே? ഇതായിരുന്നു നമ്മുടെ മെയിൻ വിഹാര കേന്ദ്രം. அப்படின்னா? அப்படின்னு വെള്ളോടി തണ്ണടി അത്ര തന്നെ. താൻ കുടിക്കൂ. அப்படியெல்லாம் இல்லை, எப்பாவது சாப்பிடு. நம்ம இப்போ எங்கே போயிட்டு இருக்கு? എനിക്ക് ആ സ്ഥലം കാണണ്ടേ? പ്ലേസ്. Are you sure? Is the right place? യെസ്, ഫോളോ. இன்னும் எவ்வளோ தூரம் போகணும்? കണ്ടാ അടിപൊളി സ്ഥലമല്ലേ? നോക്ക്. இது எந்த இடம்? ഇവിടെ തന്റെ മോഹം കണ്ടാ തോന്നുന്നു ഏതോ മരണ വീട്ടിൽ നിൽക്കണം. ഒന്ന് ചിരിക്കേ. லுக், நான் இங்கே வந்தது சைட் சீனுக்காக இல்லை. ഇതാ കണ്ടാ? நான் ஒரு ரீசனாக வந்திருக்கேன். என்கிட்ட டைம் இல்லை. வந்த வேலையை முடிச்சு எனக்கு இன்னைக்கே திரும்பி போனோம். ப்ளீஸ் என்ன சரியான இடத்துக்கு மட்டும் கூட்டிட்டு போனா போதும். ഓക്കെ. ആന ആദ്യ സാപ്പാട്. ഉം. എനിക്ക് വിശക്കുന്നുണ്ട്. ഞാൻ രാവിലെ കാപ്പ് കുടിച്ചതാണ്. തനിക്ക് വിശക്കുന്നുണ്ടെന്ന് അറിയാം. വാ நோ പെട്ടെന്നോ. டைம் போகுது. ഇതാവത് സാപ്പിട്. പട്ടിണി ഇരുന്നാ കുടലൊട്ടിപ്പോ. കുട്ടാ, നിന്നെ ഇപ്പൊ ഈ വഴിയൊന്നും കാണാനില്ലല്ലോ. ഇപ്പൊ എങ്ങോട്ടാ? ഇത് നമ്മുടെ രമേശിന്റെ ഫ്രണ്ടാ. രമേശ് പറഞ്ഞിട്ട് വന്നതാ. ആഹാ, കൊണ്ടുപോയി സ്ഥലം കാണിച്ചു കൊടുക്കാൻ ഇറങ്ങിയ. രമേശിന്റെ ഫ്രണ്ടാണ്. എന്നിട്ടാണോ ഇങ്ങനെ ഒന്നും കഴിക്കാതിരിക്കുന്ന? ഊണും മീനും കൊണ്ട് എടുക്കട്ടെ, നല്ല ഫ്രഷ് മീനാണ്. കക്ഷി തമിഴ്നാടാണ്. ആ, നിന്റെ മലയാളമൊന്നും അവന് മനസ്സിലാവൂല. പറ്റുമെങ്കിൽ തമിഴ് ചോദിക്കും. എനിക്കിവിടെ നേരെ ചെവ്വേ മലയാളം പോലും അറിഞ്ഞൂടാ. ചേട്ടനായിരുന്നെങ്കിൽ സംസാരിച്ചേനെ. അങ്ങേർക്ക് ഈ തമിഴൊക്കെ അറിയാം. പറയുമ്പോൾ അവ എവിടെ? പച്ചക്കറി എടുക്കാൻ പോയിരിക്കും. എന്തായാലും തനിക്ക് ഞാനൊരു ചായ എടുക്കാം. ഇവരെല്ലാം രമേശയുടെ ഫ്രണ്ട്, എന്നെ പോലെ. മുന്നാടി രമേശിനൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഷോർട്ട് ഫിലിം ചെയ്യുന്ന. ഞങ്ങളൊക്കെ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ആക്ടിങ്. അതൊക്കെ രമേശിന്റെ ഓരോ പരിപാടികളാ. സിനിമാ പ്രാന്തൻ. ഇടയ്ക്ക് വന്നപ്പോൾ ഞങ്ങൾ കണ്ടിരുന്നു. അന്ന് ഏതോ സിനിമയിൽ അഭിനയിച്ച കാര്യമൊക്കെ പറഞ്ഞു. കൂട്ടുകാരനും സിനിമയിലെങ്ങാനും തന്നെ. போயிடுச்சா? ചില്ലറുണ്ടെങ്കിലേ എൻ്റെ കൂടെ അങ്ങ് കൊടുത്തേരാ. வேறையா? അയ്യടാ, നാട്ടിൽ വന്ന കൂട്ടുകാരനെ കൊണ്ടാണോ കാശ് കൊടുപ്പിക്കണേ? വേണ്ട, കാശൊന്നും വേണ്ട. അല്ലെങ്കിൽ ഇവൻ വന്ന് തിന്നണേന് കാശൊന്നും തരൂല. ചായ രമേശിന്റെ ഫ്രണ്ടിന് ചെയ്യാം. കാണുമ്പോ രമേശിനോട് അന്വേഷിച്ചെന്ന് പറഞ്ഞേരെ. சரிங்க. കവലപ്പെട വേണ്ട, നമ്മളടുത്ത് അങ്ങോട്ടല്ലേ പോകുന്നത്. പെട്ടെന്ന് എത്തും. നോക്കട്ടെ. என்னாச்சு ப்ரோ? என்னாச்சு? വേണ്ട. അയ്യോ, നല്ല ചൂടായിരുന്നു. എന്തിനാ കയറി പിടിക്കാൻ പോയെ? എന്തെങ്കിലും പറ്റി? ആശുപത്രി പോണോ? ആശുപത്രി പോണോ? നമുക്ക് പോവാം. லீவ் இட் ஜஸ்ட் போதும் சாமி. நான் இனிமேல் உங்க கூட இந்த பாட்ட வண்டியில எங்கேயும் வர போறது இல்லை. സോറി. என்ன
என்ன சாரி, நீ தானே என்ன அங்கே கூட்டிகிட்டு போகிறேன்னு ஆஃபர் பண்ண. ஆனால் நீ என்ன வேற எதையோ காட்டுட்டு இருக்க. எனக்கு எங்கே போனோமோ அங்கே மட்டும் போனால் போதும். ആളെ വിട്. എടോ നിൽക്കണോ? എടോ പോവാതോ? എടോ താൻ നടന്നു പോയാൽ എങ്ങും എത്തൂല. അവിടേക്ക് ഒരുപാട് ദൂരം ഉണ്ടെന്ന്. ഞാൻ കൊണ്ടാക്കാം. നിൽക്കി പ്ലീസ്, പോവല്ലേ? എടോ പോവല്ലേ പ്ലീസ്. ஊரில் நானும் ரமேஷ் ரொம்ப திக் ஃப்ரெண்ட்ஸ். இந்த ஊரை பற்றி அவன் எப்போ சொல்லுவோம், இந்த உலகத்தில் அவனை ரொம்ப பிடிச்சதே இந்த ஊர் தான். என்னை இங்கே கூட்டிகிட்டு வர்றதுக்கு அவனும் பிளான் பண்ணான். ஆனால் ஏதேதோ காரணத்தால் நான் தான் நெக்ஸ்ட் டைம்னு சொல்லுவான். இனி அப்படி சொல்ல முடியாது இல்லையா? சடன்லி என்ன ஆச்சுன்னு தெரியல. ஒரு நாள் அவன் என்கிட்ட இருந்து விளங்கி போயிடுச்சு. டோட்டலி நோ கான்டாக்ட். 10 வாட்டி கால் பண்ண, ஒரு வாட்டி எடுப்பேன். பிஸியாக இருக்கேன், அப்புறம் கால் பண்ணான்னு சொல்லி கால் கட் பண்ணுவான். அவன் ஏன் அப்படி பண்ணேன்னு சத்தியமாக எனக்கு இப்போவும் தெரியாது. ஏதாவது வார்த்தை கிடச்சிருக்கேன்னு நானும் அப்படியே கொஞ்சம் தான் முன்னாடி ஹாஸ்பிட்டலில் இருந்திருக்கோம். அந்த எக்ஸசைஸ் பண்ணிட்டு இருக்கும்போது ஹார்ட் அட்டாக். கடைசியை பார்த்தபோது அவ ஒன்று தான் சொன்னேன். டேய் மச்சான், எனக்கு ஏதாவது ஆயிடுச்சுன்னா என்ன നീ എൻ്റെ നാട്ടിൽ കൊണ്ടുപോകണം. എനിക്ക് എൻ്റെ നാടും കൂട്ടുകാരും ഒന്നും കണ്ട് കൊതി തീർന്നിട്ടില്ലടാ. എൻ്റെ മൊബൈലിലൊരു ഫോട്ടോ ഉണ്ട്, ഈ ഭൂമിയിലുള്ളൊരു സ്വർഗത്തിൻ്റെ. എനിക്കവിടെ പോകണം, ആ സൗന്ദര്യം ഒന്നുകൂടെ ആസ്വദിക്കണം. ഈ ഫോട്ടോയും ഞാനെടുത്തതാ. ഓൻ പേര് വെങ്കടേശൻ എന്നല്ലേ? ആമാ. ആ, ഞാൻ പറഞ്ഞില്ലല്ലോ, നിങ്ങളെ പോലെ എനിക്ക് അവിടെ ഒരുത്തനെ കിട്ടി. വെങ്കടേശ്വർ ഒരു പാവത്താൻ. ഒരു ദിവസം അവനെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഈ ഭംഗിയൊക്കെ കാണിച്ചു കൊടുത്ത് നമ്മളെ പുഴയിലൊക്കെ ഒന്ന് മുക്കിയെടുക്കണം. നാണുവാശാന്റെ കടയിലെ പുട്ടും കടലയും കഴിക്കുമ്പോൾ അവന്റെ കണ്ണ് തന്നു. ഇനി ഞാനില്ലാത്തപ്പോഴാണ് അവന് വരുന്നെങ്കിൽ നീ വേണം അവനെ നമ്മളെ നാടൊക്കെ കാണിച്ചു കൊടുക്കാൻ. പറഞ്ഞ അറം പറ്റിപ്പോയല്ലോടാ.